അല്ല, നിങ്ങളിപ്പോ യു പ്രതിഭയുടെ മോന്റെ അവർ ഉപയോഗിച്ചു എന്നുള്ള ആക്ഷേപമാണ് വന്നത് അല്ലേ? നമുക്കറിയാലോ അതിന്റെ ഒരു ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ. ഒരു ചെറുപ്പക്കാരൻ, അതിനെ നിങ്ങൾ എന്തൊരു മനോഹരമായിട്ടാണ് ഈ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ സമീകരിക്കാൻ കൊണ്ടുവന്നത്. ഒരു ആഭ്യന്തരമന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ ഇന്നലെ 24 ചാനൽ മറ്റൊരു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഗുണ്ട ഇല്ലേ, റിപ്പോർട്ട് ചെയ്തില്ലേ? എന്തേ മറ്റു മാധ്യമങ്ങൾ എടുക്കുന്നില്ല? ഇതൊക്കെ ഈ കേരളം കാണുന്നുണ്ട്. ഇത് കേരളത്തിലെ നേരത്തെ ഉണ്ടായിരുന്ന മന്ത്രിസഭയിൽ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എത്ര ദിവസം ചർച്ച ചെയ്യുമായിരുന്നു. അതുകൊണ്ട് മറ്റത് അന്വേഷണം നടക്കട്ടെ. നിങ്ങളുടെ താല്പര്യം മറ്റതാണല്ലോ, അത് അന്വേഷണം നടക്കട്ടെ. പ്രതികളോ അല്ലെങ്കിൽ പിന്നെ അതിൽ കുറ്റം തെളിയുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിനൊന്നും ഒരു സംരക്ഷണം കൊടുക്കില്ല. പക്ഷെ ഒറ്റ കാര്യമേ ഉള്ളൂ, അന്വേഷണം എല്ലാവർക്കെതിരെയും നടക്കണം. ഇതൊരു പ്രത്യേക താല്പര്യത്തിന് ഒരു പകപോക്കലാക്കി ഇതിനെ മാറ്റരുത്. SIT എന്ന് പറഞ്ഞാൽ UDF വേണ്ടിയുള്ള ഒരു അന്വേഷണ സംവിധാനമായി മാറരുത്. കൃത്യമായി നിഷ്പക്ഷമായി അന്വേഷണം നടത്തണം. DYFIക്കാരെ വേട്ടയാടാൻ, ഈ തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ വേട്ടയാടാൻ ഈ അധികാരത്തെ ഉപയോഗപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടാകരുത്. അത് ശരിയല്ല. നേരത്തെ ഇവർ ഒക്കെ പ്രചരിപ്പിച്ച് ഈ നേതാക്കന്മാരൊക്കെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ട് ഞങ്ങളുടെ സഖാക്കളെ അപമാനിക്കുകയും ഈ സമൂഹത്തിൽ ഇറങ്ങാൻ പറ്റാത്ത തരത്തിലേക്ക് ആക്ഷേപിക്കുകയൊക്കെ ചെയ്യുക. അവരൊക്കെ ഈ സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്നവരല്ലേ? അവരുടെ നാട്ടിലോ അല്ലെങ്കിൽ അവരുടെ പരിചയക്കാരോടോ ചോദിച്ചാൽ നിങ്ങൾക്കറിയില്ലേ? അവരൊക്കെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലപാടെടുക്കുന്നവരല്ലേ? ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ടോ മറ്റോ കണ്ടപ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ ആശങ്ക അറിയിക്കും. ഈ നവമാധ്യമ കാലമല്ലേ? ഞാൻ പറഞ്ഞത് ആരെയാ? DCC സെക്രട്ടറിയാ, പ്രാദേശിക നേതാവല്ല. ഈ പത്തനംതിട്ടയിലെ DCC സെക്രട്ടറിയാണ് എനിക്കെതിരെ പോസ്റ്റ് ഇട്ടത്. അത് ശരിയാണെന്നുള്ള അഭിപ്രായം നിങ്ങൾക്കുണ്ടോ? ന്യൂസ് മലയാളത്തിന്റെ ഒരു എംബ്ലത്തോടു കൂടിയാണ് പ്രചരിപ്പിച്ചത്. ന്യൂസ് മലയാളം ചാനലിന്റെ എംബ്ലത്തോടു കൂടിയാണ് പ്രചരിപ്പിച്ചത്. എവിടെ എത്തി അന്വേഷണം? നിങ്ങൾ ഏതെങ്കിലും ഒരു നേതാവിനോട് പോട്ടെ, ഈ DCC സെക്രട്ടറിയോട് മൈക്ക് വെച്ച് ചോദിച്ചോ? ചോദിച്ചോ? ഞങ്ങളുടെ എത്ര നേതാക്കന്മാർക്കെതിരെ ഒരു പ്രശ്നവും നിങ്ങൾക്കില്ലല്ലോ. നിങ്ങളത് സംഗീതം പോലെ ആസ്വദിക്കുക. നിങ്ങൾക്കതൊക്കെ നടക്കണം എന്നുള്ള താല്പര്യം ഉണ്ട് എന്നാണ് ഞങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. അപ്രഖ്യാപിത അടിയന്തരാവസ്ഥയാണ്. കിങ്ങിണിക്കുട്ടെന്ന് പോലും പറയാൻ പറ്റത്തില്ല. അതിന്റെ പേര് കേസെടുക്കും. ഒരു ഭാഗത്ത് വലിയ കേസെടുക്കുന്നു, മറുഭാഗത്ത് അതാ ഞാൻ പറഞ്ഞത്. നേരത്തെ ഇവർ ഇതിനൊക്കെ എന്തൊരു മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ ഈ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ വലിയ രീതിയിൽ പറഞ്ഞതാ. ഇപ്പോ കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ചതിന് കേസ്, അതും സാധാരണ കേസല്ല. ഏതാ കേസ്? ലഹള ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളതാ. കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച ലഹള ഉണ്ടാവൂ? കിങ്ങിണിക്കുട്ടൻ പിന്നെ കേരളത്തിൽ ആദ്യമായിട്ട് വിളിച്ചത് അദ്ദേഹമാണോ? ഈ കിങ്ങിണിക്കുട്ടൻ കേരളത്തിൽ കുറെ ചർച്ച ചെയ്യപ്പെട്ട പേരല്ലേ? കിങ്ങിണിക്കുട്ടൻ എന്ന് ആദ്യമായി വിളിച്ചൊരു നേരത്തെ നല്ല രീതിയിൽ അത് ശ്രദ്ധിക്കപ്പെട്ടത് മഹാനായ VS പറഞ്ഞില്ലേ, ഒരു തവണ പറഞ്ഞില്ലേ? അതൊക്കെ അതിനെയൊക്കെ ലഹളയുണ്ടാക്കാൻ എന്ന് പറഞ്ഞ് കിങ്ങിണിക്കുട്ടൻ എന്ന് വിളിച്ച് എന്ന് പറഞ്ഞ് കേസെടുക്കുക. അപ്പോൾ ഇവിടെ നമ്മൾ ഇതിൽ നിന്നൊക്കെ കൂട്ടി വായിക്കേണ്ടത്, തങ്ങൾക്കിഷ്ടമില്ലാത്തവരെ വേട്ടയാടാൻ അന്വേഷണ ഏജൻസികളെയും ഈ പോലീസിനെയും ഒക്കെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് അവർ പറയും, നേതാക്കന്മാരൊക്കെ പറയട്ടെ. അവർ അന്വേഷണ ഏജൻസിക്ക് മുമ്പിൽ ഹാജരായതാണല്ലോ. വേറെ ഇപ്പോൾ മറ്റു പല കേസുകൾ, ഇപ്പോൾ കൊടകരയിൽ ഒക്കെ ED ഉണ്ടല്ലോ, ED ഒന്നും വന്നില്ലല്ലോ. പല കേസുകളും ഇല്ലേ? അതിൽ തന്നെ പല പേരുകാരുണ്ട്, പണം വാങ്ങിയവരുണ്ട്. അവരുടെ അടുത്തൊന്നും ഒരു EDയും പോകുന്നില്ലല്ലോ. ഇതിൽ നിന്നൊക്കെ നമ്മൾ ഈ അന്വേഷണ ഏജൻസികൾ, കേന്ദ്ര അന്വേഷണ ഏജൻസികളും ഇപ്പോൾ ഇവിടെ കേരളത്തിലെ അന്വേഷണ ഏജൻസികളും ഒക്കെ പോകുന്ന പോക്ക് നമുക്ക് കൃത്യമായി അറിയാം, നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റൊരു കാര്യം, ഇപ്പോൾ PM ശ്രീയിൽ തുടരാനായിട്ട് മുഖ്യമന്ത്രി തീരുമാനം എടുത്തിട്ടുണ്ട്. PM ശ്രീ തുടരാമെന്നാണ് അറിയിച്ചേക്കുന്നത്. അത് കടലിൽ എറിഞ്ഞില്ലേ? അതെന്തോ കടലിൽ എറിയുന്നു പറഞ്ഞിരുന്നു. മറ്റേ മതമാണ് പ്രശ്നം, ഞങ്ങളൊരു പ്രത്യേക വിഭാഗത്ത് ഞങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വലിയ വീരവാദം മുഴക്കി വന്നിരുന്ന നേതാക്കന്മാർ, മുസ്ലിം ലീഗിന്റെ ഒക്കെ നേതാക്കന്മാരുണ്ട്. അതിനുവേണ്ടി പരിശ്രമിച്ച ജമാഅത്തെ ഇസ്ലാമി ഉണ്ട് ഇല്ലേ? ജമാഅത്തെ ഇസ്ലാമിയൊക്കെ ഞങ്ങളെ, ഇവിടുത്തെ ഇടതുപക്ഷത്തെ DYFIയെ, CPMനെയൊക്കെ CJP എന്തോ ധാരണ ഒക്കെ പറഞ്ഞ് ഇപ്പൊ അത് കടലിൽ എറിഞ്ഞതല്ലേ? അല്ല, കേരളിന്റെ കുറ്റി പിരിച്ച പോലെ ഇത് കടലിൽ എറിയുന്നു. PM ശ്രീ കടലിൽ എറിഞ്ഞല്ലേ? തുടരുന്ന പറഞ്ഞതല്ലേ? അത് സാധ്യതയില്ല. ജമാഅത്തെ ഇസ്ലാമിക്കൊക്കെ വലിയ പ്രയാസം ഉണ്ടാവും.
അത് തുടരാൻ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരിക്കലും മുസ്ലിം ലീഗ് അങ്ങനെയാണെങ്കിൽ ആ മന്ത്രിസഭയിൽ തുടരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. എന്തായാലും അത് തുറന്നു പോകാമെന്ന് മുഖ്യമന്ത്രി അറിയിച്ചിട്ടുണ്ട്. ആണോ? അത് ചിലപ്പോൾ തെറ്റായ വാർത്തയാവാനോ, ചിലപ്പോൾ ഇതുപോലെ ചിലപ്പോൾ നിങ്ങൾ കേട്ടത് തെറ്റായിരിക്കും. PM ശ്രീയിൽ തുടരാൻ ഒരു കാരണവശാലും മുസ്ലിം ലീഗിന്റെ പിന്തുണയുള്ള, ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണയുള്ള VD സതീശൻ തയ്യാറാകില്ല എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്.